കാണാതായി എന്നുള്ള വിവരം കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. കൊല്ലത്ത് നിന്നും കാണാതായ 13-കാരിയെ കണ്ടെത്തി. കുട്ടി തിരൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടെന്ന് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേർന്നുണ്ട്. കണ്ണൻ, ആശ്വാസകരമായ വാർത്തയാണ്. കുട്ടി ഇപ്പോൾ എവിടെയാണ്? ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് പൂജ. കുട്ടി ഇപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. തിരൂർ 13 വയസ്സേ ഉള്ളൂ. 13 വയസ്സുള്ളൊരു പെങ്കൊച്ചാണ് പോയത്. 13 വയസ്സാകുമ്പോൾ എത്ര പഠിക്കുന്ന? 6ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലോ ആയിരിക്കും അവൾ പഠിക്കുന്നത്. അവൾ എത്രത്തോളം മനസ്സിന് കട്ടിയുണ്ടായിട്ടാണ് പോയത്. നമ്മുടെ പ്രായത്തിലൊക്കെ ഈ 10-13 വയസ്സെന്ന് പറഞ്ഞാൽ നമുക്കറിയത്തില്ല. നമ്മളൊരു ബസ്സിൽ കയറണപ്പോലും നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിൽ പിടിച്ചിട്ടായിരിക്കും നമ്മൾ കയറുന്നത്. പക്ഷേ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മൈൻഡേ അല്ല ഇപ്പം. നമുക്കത് ഓരോ ദിവസവും പോകും തോറും പിള്ളേരുടെ മാനസികാവസ്ഥ വേറെ ലെവലാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര മനക്കട്ടിയാണ്. എന്തിനാ പോയെന്നുള്ളതാണ് കേൾക്കേണ്ടത്. കസ്റ്റഡിയിലാണുള്ളത്. അപ്പോൾ രക്ഷിതാക്കളും കുന്നിക്കോട് സ്വീകരണത്തിലുള്ള പോലീസ് സംഘവും അവിടേക്ക് തിരിക്കുകയാണ്. അവിടെ നിന്ന് കുട്ടിയെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരും. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കുട്ടിയെ കാണാതാകുന്ന വിവരം വീട്ടുകാർ അറിയുന്നത്. അതിനുശേഷം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കുട്ടി ട്രെയിനിൽ പോയി എന്നുള്ള ഒരു വിവരമാണ് പോലീസിൽ ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനിലൊക്കെ തന്നെ സ്ഥിരമായി പ്രയർ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്ന് രാവിലെ വരെ കണ്ടെത്താനാകാതെ വന്നതോടുകൂടി വലിയ ആശങ്കയുണ്ടായി. എന്നാൽ ആ ആശങ്കയ്ക്ക് ഇപ്പോൾ വിരാമമായിരിക്കുന്നു. ബന്ധുക്കൾ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടിയെ കണ്ടെത്തിയത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അമ്മ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ അമ്മയുമായി വഴക്കുണ്ടായി. അങ്ങനെ അവിടെ നിന്ന് പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അമ്മ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് വഴക്ക് പറഞ്ഞതിന് വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ എന്തോ ചെയ്യണം? വീട്ടുകാർ വഴക്ക് പറയാതെ പിന്നെ നാട്ടുകാർ പറയാൻ പറ്റും. നാട്ടുകാർ പറഞ്ഞാൽ കേസ്. പിള്ളേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്കൂളിൽ ടീച്ചേഴ്സിന് പറയാൻ പറ്റുമോ? ടീച്ചേഴ്സിന് ഇപ്പോൾ പേടിയാണ് സത്യം പറഞ്ഞപ്പോൾ. കുഞ്ഞു പിള്ളേരുടെ അടുത്ത് പോലും ഒന്നാമത്തെ കാര്യം അവർക്ക് പണ്ടത്തെ പോലെ ഒന്നും അടിക്കാനോ വഴക്ക് പറയാനുള്ള റൂളിപ്പോൾ ഇല്ല. ടീച്ചേഴ്സിന് പോലും ഭയങ്കര ഭയം. ഇപ്പോഴത്തെ പിള്ളേരെ ഒന്നും പറയാൻ പറ്റത്തില്ല. പിള്ളേരൊക്കെ വേറൊരു മൈൻഡായി പോയി. ഇപ്പോൾ വളർന്നു വരുന്ന എനിക്കും ഉണ്ട്. എൻ്റെ മോൾക്ക് 12 വയസ്സായി. പിള്ളേരുടെ അടുത്തൊക്കെ നമ്മൾ ഇപ്പോൾ ഇത് നിസ്സാരപ്പെട്ട ആഹാരം കഴിക്കാൻ പറഞ്ഞാൽ അവൾ ഇറങ്ങിപ്പോയത്. ഇതെന്ത് ചെയ്യണം? ഇങ്ങനെ വളർന്നു വരുന്ന പിള്ളേരെ വീട്ടുകാർക്കും ഒന്നും ചെയ്യാൻ പറ്റാനുള്ള ഇതില്ല, ടീച്ചേഴ്സിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇങ്ങനെ വളർന്നു വരുന്ന മക്കളെ പിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നത്. നമ്മൾ അവരിഷ്ടത്തിന് വിട്ടാൽ നാളെ ഒരു സമയത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ പറയുമോ വീട്ടുകാർ വളർത്തിയതിൻ്റെ കുറ്റമാണെന്ന്. വീട്ടുകാർക്ക് വല്ലതും പറയാൻ പറ്റും? ഇപ്പോൾ വീട്ടുകാർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. പിള്ളേരിറങ്ങി പോകും. പിള്ളേർക്ക് എത്രത്തോളം മനക്കട്ടി ഉണ്ടായിട്ടാന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൊക്കെ പിള്ളേർ കണ്ട് ഡെയിലി ഇങ്ങനത്തെ ന്യൂസ് കണ്ട് പിള്ളേരൊക്കെ ഭയങ്കര മനക്കരുത്ത് വന്നു പോയി. പിള്ളേർക്കൊക്കെ എന്തും ആവാം, എന്നെക്കൊണ്ട് എന്ത് സാധിക്കും, കൊച്ചു കുഞ്ഞിന് വരെ എന്നുള്ളൊരിത്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് വെച്ചാൽ എല്ലാ സ്കൂളിലും ടീച്ചേഴ്സിനെ പോലെ തന്നെ മാസത്തിൽ ഒരു തവണയെങ്കിലും കുഞ്ഞുങ്ങളെ കൗൺസിലിംഗ് ചെയ്യിക്കാനുള്ളൊരു അധ്യാപകം കൂടി വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. എന്നുവെച്ചാൽ എന്തുവാണ് പ്രശ്നം എന്നുള്ളത് പറയണ്ടേ? വീട്ടുകാരുടെ അടുത്തും പറയുന്നില്ല, ടീച്ചേഴ്സിൻ്റെ അടുത്തും പറയത്തില്ല. എന്തുകൊണ്ടാണ് പിള്ളേർക്ക് ഈ പ്രായത്തിൽ ഇത്രയും ദേഷ്യം? എന്തെങ്കിലും നിസ്സാര കാര്യത്തിനൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നത്? ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ കുറച്ച് മാസങ്ങൾ ആയിട്ടില്ല എൻ്റെ മോളെ 6ലാണ് പഠിക്കുന്നത്. അവളെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന വേറെ ഡിവിഷനിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് തൂങ്ങി മരിച്ച്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചെത്ര 12 വയസ്സുണ്ട്. എത്രത്തോളം ഉണ്ടായിട്ടാണ് ഈ 6 വയസ്സ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് എങ്ങനെ, എനിക്ക് അറിയാൻ വയ്യ എങ്ങനെ ഇതിനൊക്കെ പറ്റുന്നെന്ന്, എങ്ങനെ അത് ചെയ്യാൻ പറ്റുമെന്നാണ്. ഒരു കുരുക്കിടാൻ നമ്മൾ ഇത്രയും 10, 35, 40 വയസ്സായുള്ളവർ പോലും ഒന്ന് ഭയക്കുന്നൊരു കാര്യമാണ്. എങ്ങനെ ഇപ്പോൾ ഒരു കേസല്ല, ഒത്തിരി ഡെയിലി നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയും ടി വിയൊക്കെ തുറക്കുമ്പോൾ തന്നെ ഡെയിലി ഇതേ സംഭവങ്ങളാണ്. പൊടി പിള്ളേരാണ്. വളർന്ന് വരും തോറും ഇതുങ്ങൾ ഇങ്ങനെ ആയി വരിക. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഓരോ ദിവസം നമുക്ക് പേടിയാണ്. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നിടം വരെ. വീട്ടിലെത്തിയാൽ തന്നെ പിള്ളേരുടെ ദേഷ്യവും പാവവും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ നമുക്കൊന്നും പറയാൻ പോലും പറ്റത്തില്ല. ഇത് തന്നെ കണ്ടില്ലേ, നിസ്സാരപ്പെട്ട ആഹാരം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറങ്ങിപ്പോയത്. 12-13 വയസ്സെന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? അത് എത്രത്തോളം മനസ്സിന് കട്ടിയുണ്ടായിട്ട് അപ്പം അത് അങ്ങനെ പോകണമെങ്കിലും എടുക്കണമെങ്കിലും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. സ്കൂളിൽ ടീച്ചേഴ്സിന് പോലും ഒന്നും പറയാൻ പറ്റാത്ത സമയങ്ങളാണ് ഇപ്പം. അപ്പോൾ ഞാൻ പറയാം, എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഞാൻ വെച്ചാൽ സ്കൂളിൽ ചെന്ന് നമ്മൾ പേരൻസ് ചെന്ന് പറഞ്ഞിട്ട് ആ മാസത്തിലെങ്കിലും ഒരു ദിവസം കുഞ്ഞുങ്ങൾക്കൊരു കൗൺസിലിംഗ് കൊടുക്കണം. കുഞ്ഞുങ്ങളുടെ ഈ സ്വഭാവ രൂപീകരണത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ തുറന്ന് പറയാവുന്നൊരു കണ്ടീഷനും, എന്തെങ്കിലും വിഷമോ ടെൻഷനോ ഉണ്ടെങ്കിൽ അപ്പം കൂടുതലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരു റിലാക്സേഷൻ കിട്ടുമെന്നുണ്ടെങ്കിൽ അതൊരു ബെറ്ററായ കാര്യമാണ്. അല്ലാതെ ഇതുങ്ങളിങ്ങനെ വളർന്നു വന്നാൽ വീട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നാട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ടീച്ചേഴ്സിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്കൊക്കെ പേടിയാണ്. ഇപ്പോൾ വീട്ടുകാരിങ്ങനെ പേടിച്ചിരുന്നാൽ ഇപ്പം പിന്നെ മക്കളെ എങ്ങനെ വളർത്തണം? അടിക്കാതെയും വഴക്ക് പറയാതെയും വളർത്താൻ പറ്റുമോ മക്കളെ? അവരിഷ്ടത്തിന് വിടാൻ പറ്റുമോ? അല്ലാത്ത അവസ്ഥ തന്നെ കുഞ്ഞുങ്ങളുടെ.
അമ്മയും ഈ കുട്ടിയും സഹോദരനും അതുപോലെ തന്നെ മുത്തച്ഛനും മുത്തശ്ശിയുമാണുള്ളത്. അമ്മ രാവിലെ പുല്ലൂരിൽ ഒരു സ്ഥാപനത്തിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോയി. അതിനുശേഷം ഇന്നലെ വൈകിട്ട് മുത്തശ്ശൻ പോയി. മുത്തശ്ശി മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ആ സമയത്ത് ഇന്നലെ നോയമ്പ് എടുക്കുന്ന സമയമായതുകൊണ്ട് തന്നെ കുട്ടി നോയമ്പ് എടുത്ത് വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്നാണ് മുത്തശ്ശി കരുതിയത്. എന്നാൽ വൈകിട്ട് 4 മണിയായിട്ട് കുട്ടിയെ പുറത്തേക്ക് കണ്ടില്ല. മുറി പരിശോധിച്ചപ്പോൾ മുറിയിലും ഉണ്ടായിരുന്നില്ല. പിന്നീട് കുട്ടിയുടെ ഒരു സുഹൃത്തിന്റെ ഫോണിലേക്ക് കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മറ്റൊരാളുടെ ഫോണിൽ വാങ്ങി കുട്ടി വിളിച്ചു. ഞാൻ അമ്മയുമായി പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ വീട് വിട്ടു പോകുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഉടൻ തന്നെ എസ്.എൻ. കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നമ്മളൊക്കെ കുഞ്ഞുനാളിൽ എവിടെയെങ്കിലും ഒന്ന് മിസ്സായി പോയാൽ കണ്ടുപിടിക്കാൻ പറ്റി നമ്മൾ ഫോൺ നമ്പർ പഠിപ്പിക്കും. ഇപ്പോൾ എല്ലാ പൊടി പിള്ളേർക്കും ഒരു LKG-യിലുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ വാപ്പയുടെ ഉമ്മയുടെ ആണെങ്കിലും മാതാപിതാക്കളുടെ ഫോൺ നമ്പർ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അഥവാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തിൽ നിന്ന് മാറിപ്പോയി നിൽക്കും. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഫോൺ നമ്പർ ക്യാച്ച് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലും പോയിട്ട് വീട്ടിൽ വിളിച്ച് പറയാനുള്ള ഒരു ഇതാണ്, അല്ലെങ്കിൽ അടുത്ത ആളെ വിളിക്കാനുള്ള ഇതിലാന്ന് തോന്നുന്നു ഇപ്പോൾ അത് കൂടുതലും യൂസ് ചെയ്യുന്നത്. പിള്ളേർക്ക് എന്ത് പറ്റിയെന്നാണ് ആലോചിക്കുന്നത്. ഇങ്ങനെ വരുന്ന തലമുറയ്ക്കൊക്കെ നമ്മൾ പഠിച്ചൊരു കാലവേ അല്ല ഇതൊന്നും. ഈ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പല സ്ഥലങ്ങളിലും ഇത് സംബന്ധിച്ച ഒരു പരിശോധന, പല റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന നടത്തി. എന്നാൽ അവിടെ ഒന്നും കണ്ടെത്താനായില്ല. ഇന്ന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൊബൈൽ ഫോൺ വാങ്ങി കുട്ടി വീട്ടിലേക്ക് വിളിക്കുകയായിരുന്നു. താൻ സുരക്ഷിതയാണ്, തിരൂരിലുണ്ടായെന്ന് അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ കുട്ടിയെ റെയിൽവേ പോലീസിന്റെ മുൻപിലേക്ക് എത്തിക്കും. അവരുടെ സംരക്ഷണയിൽ കഴിയുകയുമാണ്.